നമസ്കാരം. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഒരു ചെണ്ടുമല്ലി പൂന്തോട്ടം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ കുലശേഖരം പഞ്ചായത്തിലെ കുടുംബശ്രീ ഗ്രൂപ്പിൽപ്പെട്ട നമ്മുടെ മാജിദാത്ത നമ്മളെ വിളിക്കുകയും അവരും ഇതേപോലെ അധ്വാനിച്ച് നമുക്ക് ഓണത്തിന് വേണ്ടി ആദിനാട് മണ്ണിലേക്ക് ആദിനാട് നിവാസികൾക്കായിട്ട് ഒരു ചെണ്ടുമല്ലി പൂന്തോട്ടം ഇവിടെ ഉണ്ടെന്ന് പറയും. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ മനോഹരമായ ചെണ്ടുമല്ലി പൂന്തോട്ടം നമുക്ക് കാണാം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരാണ്. ഇവിടെ എല്ലാവരും വന്നിട്ടില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എന്നാലും അവരിവിടെ നിൽപ്പുണ്ട്. നമുക്ക് ഇവരുടെ കൃഷിയും കൂടെ സപ്പോർട്ട് ചെയ്ത് ഈ ചെണ്ടുമല്ലി സാധാരണ ഇന്നലെ ഞാൻ പറഞ്ഞാണ്, കരുനാഗപ്പള്ളി മാർക്കറ്റിലെ വിലയേക്കായി താഴ്ന്ന് നമുക്ക് ഇവിടുന്നും നമുക്ക് ആദിനാട് നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര് എവിടെയായിട്ട് വരുമെന്ന് പറയാമോ? നമ്മുടെ കല്ലുമൂട് ജംഗ്ഷന് വടക്ക് വശം, കൊച്ചുമാമൂടിന് ഇടയ്ക്ക് വശം, കിഴക്കോട്ട് നമ്മുടെ ശ്രീമാൻ ആദിനാട് ശശിയുടെ വീടിന് അടുത്തായിട്ടാണ് ഈ സ്ഥലം. അപ്പം ഇവിടെ നമ്മൾ കുറച്ച് 10-12 പേരുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. നല്ല നല്ല കളറിലുള്ള നല്ല വലിപ്പത്തിലുള്ള ചെണ്ടുമല്ലികളാണ് ഇവിടെ നിൽക്കുന്നത്. ഇതും വളരെ ഫ്രഷ് ആണ്. കാരണം ഇതിപ്പോൾ കിളിച്ചിട്ട് പൂവായിട്ടിട്ട് ഇപ്പോൾ 1-2 ദിവസമായിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇതുവരെ അവർ വിളവെടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഈ ഓണത്തിന് വിളവെടുക്കാം. എല്ലാവരും വന്ന് ഇവരെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. കുലശേഖരം പഞ്ചായത്തിലെ 17-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ അംഗങ്ങളായ മാജിദ, ഭാർഗവിയമ്മ, ലീലാമ്മ, പ്രീത, ശങ്കരി, മണിയമ്മ, ജയ, സുമി, വിജി എന്നിവരുടെ കൂട്ടായ ഒരു പ്രവർത്തന ഫലമായുണ്ടായ ചെണ്ടുമല്ലി കൃഷിയാണിത്. ഇത് ഞങ്ങൾ ആദിനാടിന് വേണ്ടി സമർപ്പിക്കുന്നു.